ഇന്ന് നമുക്കൊരു സംഭവം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ നല്ല അടികട്ടിയുള്ള ചീനച്ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് പഴുത്ത ചക്ക ചുള അങ്ങനെ തന്നെ മുറിക്കാതെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്തു. അതിലേക്ക് വെല്ലപ്പാവ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു, ശർക്കരപ്പാനി. അത് കരിച്ച് റെഡിയാക്കി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് റവ, കുറുകുന്നതിന് വേണ്ടി റവ ഇട്ടു. റവയും കൂടി ഇട്ടിട്ട് കൂടാതെ അതിൻ്റെ കൂടെ നെയ്യും കൂടി ഒഴിച്ച് ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും കൂടി ചേർത്തു. ഈ ചുക്കുപൊടി ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കുന്നത് നമ്മുടെ വയറിനൊന്നും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ നമ്മൾ സൂക്ഷിക്കാൻ എടുത്തു വെക്കുന്നതല്ലേ, അതുകൊണ്ടാണ് നെയ്യ് ഉപയോഗിച്ചത്. വെളിച്ചെണ്ണയെക്കാളും നെയ്യാണ് ടേസ്റ്റും. ഇപ്പോൾ നമുക്കിതുണ്ടല്ലോ, ഒരു പായസത്തിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടും. കുപ്പിയിൽ തണുത്തതിന് ശേഷം അടച്ച് വെക്കുക. നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നല്ലോണം കുപ്പിയിൽ അടച്ച് തണുത്തതിന് ശേഷം അടച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ കൂടെ അതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണ്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും